ഇന്നൊരു കാര്യം അറിഞ്ഞപ്പോൾ ചെറിയച്ഛനൊക്കെ മൃദുവിന്റെ കൂടെ ബാംഗ്ലൂർക്ക് പോവുകയാണ് എന്ന് വൈകിട്ട് തറവാട്ടിൽ പോയപ്പോൾ അച്ചമ്മ പറഞ്ഞതാണ്. രാത്രി കഴിക്കാൻ ചപ്പാത്തി ഉണ്ടാക്കുകയാണ് രണ്ടും കൂടെ. കാശി പരത്തി കൊടുക്കുന്നു, അപ്പു ചുട്ടെടുക്കുന്നു. അപ്പോഴാണ് കാശി ഈ കാര്യം പറഞ്ഞത്. അതെന്താ പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം? അപ്പു ചോദ്യത്തോടെ അവന് നേരെ തിരിഞ്ഞു നിന്നു. അറിയില്ല, നാണക്കേട് കൊണ്ടായിരിക്കും. ഈ നാട്ടിലുള്ള ആളുകൾ മുഴുവൻ മിച്ചുവിന്റെ കാര്യം അറിഞ്ഞില്ലേ, അതാവും. അവസാനത്തെ മാവുരുള കൂടെ പടത്തിയെടുത്തിട്ട് അവൻ പറഞ്ഞു. അതാണെങ്കിൽ ഇപ്പോൾ ഏകദേശം 1 മാസം കഴിഞ്ഞില്ലേ കാശിയേട്ടാ. ഇതുവരെ തോന്നാത്ത നാണക്കേട് ഇപ്പോൾ എങ്ങനെ തോന്നി? ഇത് മറ്റെന്തോ കാരണമുണ്ട്, അപ്പു ആലോചനയോടെ പറഞ്ഞു. എന്ത് കാരണം? നീ എന്താ അങ്ങനെ പറഞ്ഞത്? കാശി അവർക്കടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് തിരക്കി. അതൊന്നും എനിക്കറിയില്ല, പക്ഷേ ഈ പോക്കിൽ എന്തോ കള്ളത്തരം എനിക്ക് ഫീൽ ചെയ്തു. ഉച്ചയ്ക്ക് ചോറിനുണ്ടാക്കിയ ചിക്കൻ കറിയുടെ ബാക്കി ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ചൂടാക്കാൻ സ്റ്റൗവിലേക്ക് വെച്ചുകൊണ്ട് അപ്പു പറഞ്ഞു. പോകുന്നു എന്നൊരു വാക്ക് ചെറിയച്ഛൻ എന്നോട് പറഞ്ഞില്ല, മൃദു പോലും പറഞ്ഞില്ല. അപ്പോൾ അതിൽ ചെറിയൊരു വിഷമമുണ്ട് എനിക്ക്, അപ്പുവിനെ ചുറ്റുപിടിച്ച് നിന്നുകൊണ്ട് കാശി പറഞ്ഞു. എന്തിനാ വിഷമിക്കുന്ന കാശിയേട്ടാ? നമ്മളെ വേണ്ടാന്ന് വെക്കുന്നവരെ നമുക്കും വേണ്ടാന്നേ. അവന്റെ കഴുത്തിലൂടെ കൈ ചുറ്റി ആ നെഞ്ചോരം ചേർന്ന് നിന്ന് അപ്പു പറഞ്ഞു. അല്ലെങ്കിലും നമുക്ക് ആരാടി ഉണ്ടായിരുന്നത്? ആവശ്യമുണ്ടായിരുന്നപ്പോൾ ഒന്നും ആരും ഉണ്ടായിരുന്നല്ലോ. ഇനിയിപ്പോൾ എന്തിനാ അല്ലേ? അവളെ പൊക്കിയെടുത്ത് ഇടുപ്പിലിരുത്തി ആ ചുണ്ടുകൊണ്ടെന്ന് ഉരസിക്കൊണ്ടവൻ പറഞ്ഞു. അപ്പു ആവട്ടെ പിടഞ്ഞുകൊണ്ടൊരു ചിരിയോടെ അവന്റെ അരയിൽ കാൽ ചുറ്റി പിണച്ചു വെച്ച നിമിഷം ആ ചൊടികളെ കവർന്നെടുത്തു കാശി. എൻ്റെ അപ്പു, ഈ കല്യാണം ഇങ്ങ് അടുത്തപ്പോൾ എനിക്ക് ആകെ പേടി തോന്നുന്നടി. 2 ദിവസം കഴിഞ്ഞൊരു വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴാണ് അച്ചു പറഞ്ഞത്. എന്തിനാ പേടി? അഭിയേട്ടൻ പാവമല്ലേ? അതുപോലെ ഉഷമ്മ, ഉമ്മച്ചേച്ചി, നമ്മുടെ അമലേട്ടൻ എല്ലാവരും നമുക്ക് അറിയുന്നവരല്ലേ. എനിക്കാണെങ്കിൽ നീ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടല്ലോ എന്നൊരു സന്തോഷം കൂടെയുണ്ട്. അച്ചുവിൻ്റെ കൈയും പിടിച്ച് നടക്കുമ്പോൾ അപ്പു സന്തോഷത്തോടെ പറഞ്ഞു. അത് ശരിയാ. മുൻപ് നമ്മൾ ഭഗവതിയോട് എപ്പോഴും പ്രാർത്ഥിക്കുന്നത് നിനക്ക് ഓർമ്മയില്ലേ? നമ്മൾ ഒരു വീട്ടിൽ തന്നെ കല്യാണം കഴിച്ചു പോകണേ എന്ന്. അച്ചുവിന് അത് ഓർത്തപ്പോൾ തന്നെ ചിരി വന്നു. ഇപ്പോൾ ഒരു വീട്ടിലല്ലെങ്കിൽ ഒന്ന് ഉറക്കെ വിളിച്ചാൽ ഓടി വരാൻ പറ്റുന്ന ദൂരമല്ലേ ഉള്ളൂ. നമ്മുടെ പ്രാർത്ഥന ഭഗവതി കേട്ടതാണ്. ആ കാലത്തെക്കുറിച്ച് പറയുമ്പോഴും അപ്പുവിന് സന്തോഷം തന്നെയായിരുന്നു. അപ്പു, നിന്റെ ആ പോസുകാരി മിച്ചേച്ചിയും സദാചാരം കണ്ടുപിടിച്ച വിനയ കൊച്ചമ്മയും നാട് വിട്ടു പോകുവാണ് എന്നൊരു ന്യൂസ് കേട്ട് ഉള്ളതാണോടി? കയ്യിലിരുന്ന കോലുമിട്ടായി പിള്ളേരെ പോലെ നുണഞ്ഞുകൊണ്ട് അച്ചു ചോദിച്ചു. സത്യമാണ്, എല്ലാവരും മൃദുചേട്ടൻ്റെ കൂടെ ബാംഗ്ലൂർക്ക് പോകുവാണെന്ന്. ഇനിയും ഇവിടെ നിൽക്കാൻ നാണക്കേടാണെന്ന് കുഞ്ഞമ്മാവൻ പറഞ്ഞെന്ന് കാശിയേട്ടനോട് അമ്മമ്മ പറഞ്ഞതാണ്. കാശി വന്ന് പറഞ്ഞതൊക്കെ അപ്പു വള്ളി പുള്ളി വിടാതെ അവളോട് പറഞ്ഞു. അതിന് ആ തമിഴനൊപ്പം ആ പെണ്ണിനെ പോലീസ് പിടിച്ചതിൻ്റെ നാണക്കേടൊന്നും അല്ല അപ്പു ഈ ഒളിച്ചോട്ടത്തിന് പിന്നിൽ. അച്ചു വീട്ടിലേക്ക് തിരിയാനുള്ള വഴിയിൽ നിന്നുകൊണ്ട് പറഞ്ഞു. പിന്നെന്താ അച്ചു കാര്യം? അപ്പു ആകാംക്ഷയോടെ അവളെ നോക്കി. അച്ഛൻ പറഞ്ഞതാണ് അപ്പു, ആരോടും പറയരുത് എന്നുകൂടെ പറഞ്ഞിരുന്നു. പക്ഷേ നിനക്കറിയാമല്ലോ, എനിക്ക് നിന്നോടൊന്നും ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ല എന്ന്. പിന്നെ ഞാൻ പറയുന്ന കാര്യം അത് കേൾക്കുമ്പോൾ ഒരു സഹോദരി എന്ന നിലയിൽ നിനക്ക് ചിലപ്പോൾ സങ്കടം തോന്നിയേക്കും. പറയുന്ന എന്നോട് ദേഷ്യവും. അവരിവിടുന്ന് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാനും കാശിയേട്ടനോട് പറഞ്ഞിരുന്നു, അന്ന് പോലീസ് പിടിച്ച കാര്യമൊന്നുമല്ല ഈ ഒളിച്ചോട്ടത്തിന് പിന്നിലെന്ന്. ഇനി നീ കൂടുതൽ നീട്ടി വലിച്ചു സമയം കളയാതെ കാര്യം പറയും. അച്ചുവിൻ്റെ തോളിൽ ഒന്ന് തട്ടിയിട്ട് അപ്പു പറഞ്ഞു. അത് ആ മിച്ചു ഇല്ലേ, ആ പെണ്ണ് പ്രഗ്നൻ്റ് ആണെന്ന്. അവർ ആശുപത്രിയിൽ പോയ ദിവസം അച്ഛൻ്റെ അനിയത്തിയില്ലേ രാജിമാമി, അവരും മോളെ കാണിക്കാൻ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. മിച്ചു പ്രഗ്നൻ്റ് ആണെന്ന് രാജിമാമി ഉറപ്പിച്ചു പറഞ്ഞെന്നാണ് അച്ഛൻ പറഞ്ഞത്. ആവുമടി, അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് സ്കൂളിൽ നിന്ന് ലീവൊന്നും എടുത്ത് അമ്മായിയും പോവില്ല, അപ്പു കാര്യമായ ആലോചനയോടെ പറഞ്ഞു. അതിന് അന്നത്തെ സംഭവത്തിന് ശേഷം ആ പെണ്ണുമുള്ള ജോലിക്കൊന്നും പോകുന്നില്ല എന്നാണ് അമ്മ പറഞ്ഞത്. ആ, എന്തേലും ആവട്ടെ, എവിടെയും പോകട്ടെ. പ്രേമിക്കുന്നവരൊക്കെ ഹോട്ടലിൽ മുറിയിലേക്കല്ലേ പോവുക? ആര് പറഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാവില്ല. അന്ന് നിരഞ്ജൻ്റെ കൂടെ മിച്ചേച്ചിയെ കണ്ടെന്നു പോയി പറഞ്ഞതിന് എൻ്റെ കാശിയേട്ടന് ആ സ്ത്രീ എന്തൊക്കെ പറഞ്ഞെന്നറിയോ? അപ്പോൾ അവർക്ക് ഇതൊന്നും കിട്ടിയാൽ പോരാ, അപ്പു വെറുപ്പോടെ പറഞ്ഞു. എന്നാൽ പിന്നെ ഞാൻ പോട്ടടി, നാളെ കോളേജിൽ കാണാം. അച്ചു യാത്ര പറഞ്ഞു പോയതും അവൾ പറഞ്ഞതൊക്കെ ആലോചിച്ച് തല പുകച്ചുകൊണ്ട് അപ്പു വീട്ടിലേക്ക് നടന്നു. എന്നെ കൊഞ്ചിക്ക് അപ്പു അമ്മേ, കുറച്ച് ദിവസമായി നീ എന്നെ ഓമനിച്ചിട്ട്. ഒരു വൈകുന്നേരം ചായ കുടിയും കഴിഞ്ഞിരിക്കുമ്പോൾ അപ്പുവിൻ്റെ മടിയിലേക്ക് ചാഞ്ഞു കിടന്നുകൊണ്ട് കാശി പറഞ്ഞു. അച്ചടാ, കുഞ്ഞാവയാണോ ഇത് ഓമനിക്കാൻ? കാശിയുടെ കവളിൽ മെല്ലെ ഒന്ന് കുത്തിയിട്ട് അപ്പു ചോദിച്ചു. അല്ലേ, ഞാനിപ്പോൾ നിന്റെ കുഞ്ഞാവയല്ലേ? പറയൻ്റെ അപ്പു അമ്മേ. കണ്ണു ചുരുക്കി പിടിച്ചൊരു ചിരിയോടെ അവളുടെ താടിയിൽ പിടിച്ചെന്ന് ഉലച്ചുകൊണ്ട് കാശി അവളെ നോക്കി. അയ്യേ, ഇതിപ്പോൾ ആരെയാ കൊഞ്ചിക്കുന്നേ? കാശി അവളെ നോക്കുന്ന നോട്ടവും ചിരിയും കാണെ അപ്പുവിനെന്തോ നാണം വന്നുപോയി. നാണം വന്നല്ലോ എൻ്റെ അപ്പൂട്ടന്, കാശി അവളുടെ കവളിൽ വിരലോടിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് നാണമൊന്നും വന്നില്ല.
അങ്ങോട്ട് എഴുന്നേറ്റ് പോയേ കാശിയേട്ടാ. എവിടെ പോകാൻ? എൻ്റെ കുറിഞ്ഞിപ്പോച്ചേ, നീ കാശിയേട്ടനെ കൊഞ്ചിക്കടി പെണ്ണേ. അവളുടെ മുഖം പിടിച്ചു തൻ്റെ മുഖത്തേക്ക് താഴ്ത്തിക്കൊണ്ട് വരാൻ ശ്രമിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അതിനിപ്പോൾ ഈ കുഞ്ഞാവയെ കൊഞ്ചിക്കാൻ അമ്മയുണ്ടല്ലോ, അതും എൻ്റെ കണ്ണനേക്കാൾ ഉള്ള കുട്ടിയാണ് എന്നാണ് അമ്മായിയുടെ വിചാരം. അത്രയ്ക്ക് ഈ കള്ളച്ചക്കനെ കൊഞ്ചിച്ചു വഷളാക്കുന്നുണ്ട് അമ്മായി. പിന്നെ ഇനി ഞാനും കൂടെ കൊഞ്ചിക്കാത്തത് കൊണ്ടേയുള്ളൂ. അവൻ്റെ മുഖത്താകെ ചുണ്ടെന്ന് ഇഴച്ചുകൊണ്ട് അപ്പു പറഞ്ഞു. അതേലോ, എൻ്റെ അമ്മയ്ക്ക് എന്നെ അത്രയും ഇഷ്ടമാണ്. അമ്മയുടെ കുഞ്ഞി കാശിയാണ് ഞാനെന്ന് എൻ്റെ അമ്മ പറയുന്നത് നീ കേട്ടില്ലേ? കാശി നിറഞ്ഞ സന്തോഷത്തോടെ പറഞ്ഞു. ഒപ്പം ചെറുചിരിയോടെ അവൻ്റെ തലയിൽ തഴുകി ഇരുന്നവളുടെ വയറ്റിലേക്ക് മുഖം പൂഴ്ത്തി വെച്ചു. കാശിയേട്ടാ. വയറ്റിൽ കുത്തിക്കയറുന്ന മീശത്തുമ്പ് നൽകുന്ന ഇക്കിളിയിൽ അവൻ്റെ തലമുടിയിൽ അമർത്തി പിടിച്ചു പിടഞ്ഞുകൊണ്ടവൾ വിളിച്ചു. അപ്പോ, അപ്പൂസേ. അവൻ അവളെ കൊഞ്ചിച്ചു വിളിച്ചെങ്കിലും ആ ശ്വാസം നൽകുന്ന ചെറു ചൂടിൽ അവൾക്ക് ഒന്നും മൂളാൻ പോലും ആയില്ല. കാശി മുഖമുയർത്തി അവളുടെ മുഖത്തൊന്ന് നോക്കി. വെറുതെ അവളെ ഒന്ന് കളിപ്പിക്കാൻ ചെയ്തതാണ്. പക്ഷേ ചുവന്നുപോയ മുഖത്തോടെ കണ്ണുകൾ മുറുക്കി അടച്ചിരിക്കുന്നവളെ കാണെ അവൻ്റെ സകല നിയന്ത്രണവും നഷ്ടമായി. അപ്പൂസേ. അവളെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് അരികിലിരുന്ന് പെണ്ണിനെ പൊക്കിയെടുത്ത് മടിയിലിരുത്തിയിട്ട് അവൻ പറഞ്ഞു. മെല്ലെ ഒന്ന് മൂളി അപ്പു. അടുത്ത നിമിഷം അവളെ അമർത്തി പിടിച്ചുകൊണ്ട് ആ മുഖമാകെ ചുംബിച്ചു കൊണ്ടവൻ ആ ചുണ്ടിലെ മധു നുണഞ്ഞു തുടങ്ങി. ഇടയ്ക്കെപ്പോഴോ അപ്പുവും അവനെ തിരികെ ചുംബിച്ചു തുടങ്ങിയതും കാശിയുടെ കണ്ണൊന്ന് വിടർന്നു. പിന്നെ അതര ആലസ്യത്തിൽ അടഞ്ഞുപോയി. അല്പനേരത്തിന് ശേഷം തളർച്ചയോടെ അപ്പു അകന്നു മാറിയെങ്കിലും വിടാതെ അവളെ തന്നിലേക്ക് തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ അല്പം വിടർന്ന ആ ഇതളുകളിലെ അവസാന തുള്ളി തേന്മധുരവും നുണഞ്ഞെടുത്തുകൊണ്ട് ആ കഴുത്തിലേക്ക് ചേക്കേറുമ്പോൾ കൈവിരലുകൾ അവളുടെ ഉറച്ച താഴ്ചകളിൽ ശക്തിയായി അമർന്നു. ഇടയ്ക്കെപ്പോഴോ കാശിയെ തിരികെ ചുംബിച്ചു മെല്ലെ തലോടിയും ചിലപ്പോഴൊക്കെ പല്ലുകൾ ആഴ്ത്തിയും അവനെ ഭ്രാന്ത് പിടിപ്പിച്ചു അപ്പു. അന്ന് ആദ്യമായി അവനെ അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്തു. ഇനിയും പിടിച്ചു നിൽക്കാനാവില്ലെന്ന് തോന്നിയ നിമിഷം അവളുമായി ആ സെറ്റിയിലേക്ക് ചാഞ്ഞു വീണു കാശി. ഇളം തെന്നലും ചാറ്റൽ മഴയുമായി തുടങ്ങിയ ആ പ്രണയസംഗമം അവസാനം പേമാരിയും കൊടുങ്കാറ്റുമായി പെയ്തു തോർന്നുകൊണ്ട് കാശി അപ്പുവിൻ്റെ നഗ്നമായ മാറിൽ തന്നെ തളർന്നു കിടന്ന് കിതപ്പാറ്റി. അവളിൽ നിന്ന് അടർന്നു മാറി മലർന്നു കിടന്നുകൊണ്ട് കാശി മെല്ലെ മുഖം ചരിച്ച് അവളെ നോക്കി. കണ്ണുകൾ അടച്ചു കിടക്കുവാണ് പെണ്ണ്. ആകെ തുടുത്തുളഞ്ഞ് വിടരാൻ വെമ്പി നിൽക്കുന്ന പനിനീർ മുട്ടുപോലെ. അപ്പൂസേ. കാശി അടങ്ങാത്ത പ്രണയത്തോടെ അതിയായ സ്നേഹത്തോടെ വിളിച്ചു. അവൾ കണ്ണുകൾ തുറക്കാതെ നേർത്തൊരാലസ്യത്തോടെ മൂളി. ഇപ്പോഴാണ് ഈ കള്ളിപ്പാറു കാശിയേട്ടൻ്റെ കുറിഞ്ഞിപ്പൂച്ചയായത്. ഈ പൂച്ചക്കുഞ്ഞിൻ്റെ സ്നേഹപ്രകടനമൊക്കെ എനിക്കിഷ്ടായിട്ടാ. അവൾക്ക് അടുത്ത് ചേർന്ന് കിടന്ന് ആ കാതോരം മെല്ലെ പറഞ്ഞു കാശി. അയ്യേ, പോയേ കാശിയേട്ടാ. അപ്പു ചമ്മലോടെ കണ്ണുകൾ മെല്ലെ തുറന്ന് അവനെ നോക്കി. അവൻ്റെ ചുണ്ടിലെ കള്ളച്ചിരി കാണെ കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് ആ നെഞ്ചോരം മുഖം പൂഴ്ത്തി. എന്തയ്യേ, എൻ്റെ കുഞ്ഞ് ഇന്ന് ചെയ്തതൊക്കെ ഇഷ്ടമായി എന്നല്ലേ പറഞ്ഞത്, അല്ലാതെ മോശം പറഞ്ഞതൊന്നുമല്ല. അവളെ പൊക്കിയെടുത്ത് നെഞ്ചിൽ കിടത്തിക്കൊണ്ട് കാശി പറഞ്ഞു. ഇനി അങ്ങനെ പറയണ്ട, എനിക്കേ നാണം വരുക. അപ്പു അവൻ്റെ കഴുത്തിൽ മുഖം പൂഴ്ത്തി വെച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ എൻ്റെ നാണക്കാരി വായോ, നമുക്കൊന്ന് ഫ്രഷായിട്ട് വരാം. വേണ്ട, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. അപ്പു അവൻ്റെ കഴുത്തിൽ നിന്ന് മുഖം മാറ്റാതെ പറഞ്ഞു. ഉറങ്ങാനുള്ള നേരമൊന്നും ആയില്ലെൻ്റെ കുഞ്ഞെ. നമുക്ക് പോയി ഫ്രഷായി കുറച്ചു നേരം TV ഒക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് പതിയെ കിടന്നങ്ങ് ഉറങ്ങാമെന്നേ. അതേ, കാശിയേട്ടൻ്റെ കുഞ്ഞിപ്പാറിന് ഒരു റൗണ്ട് കൂടെ പോകാൻ താല്പര്യമുണ്ടോ? കാശി അവളുടെ മൃദുലതകളിൽ തലോടി കൊണ്ട് കള്ളച്ചിരിയോടെ മെല്ലെ തിരക്കി. എനിക്കെങ്ങും വയ്യ, മാറിക്കേ. അപ്പു വെപ്രാളത്തോടെ പറഞ്ഞിട്ട് അവൻ്റെ ദേഹത്തു നിന്ന് പിടഞ്ഞ് എഴുന്നേറ്റിരുന്നു. അപ്പോഴാണ് അവൾ സ്വയം ഒന്ന് നോക്കിയത്. കണ്ണുകൾ മുറുക്കി അടച്ച് നിലത്ത് ചിതറിക്കിടന്ന തുണിയൊക്കെ പറക്കിയെടുത്തുകൊണ്ട് റൂമിലേക്ക് ഒറ്റ ഓട്ടമായിരുന്നു. എൻ്റെ കുറിഞ്ഞിപ്പൂച്ചേ, ഇപ്പോഴാണ് നീ ശരിക്കും എൻ്റെ പൂച്ചക്കുഞ്ഞായത്. കണ്ണുമടച്ച് ഓടിപ്പോയവളെ നോക്കി പൊട്ടിച്ചിരിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞിട്ടവൻ സോഫയിലേക്ക് മുഖം പൂഴ്ത്തി കിടന്നു. അച്ചുവിൻ്റെ കല്യാണത്തിന് നമ്മൾ എന്താ അപ്പു കൊടുക്കേണ്ടത്? നിനക്കെന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അപ്പുവിൻ്റെ വീട്ടുകാർ വന്ന് കല്യാണം വിളിച്ചു പോയപ്പോഴാണ് കാശി അവളോട് ചോദിച്ചത്. ഐഡിയ ഉണ്ടോയെന്ന് ചോദിച്ചാൽ പണ്ട് മിച്ചച്ചിക്ക് അമ്മമ്മ വെള്ളക്കല്ല് പതിപ്പിച്ച 2 വള വാങ്ങിക്കൊടുത്തു. ഓണത്തിന് മിച്ചു അതുമിട്ട് ഞങ്ങളുടെ മുന്നിലൂടെ നടന്നപ്പോൾ അച്ചു അവളുടെ അമ്മയോട് പറഞ്ഞു അവൾക്കും അതുപോലെ വള വേണമെന്ന്. അന്ന് മാമി പറഞ്ഞു ഇപ്പോൾ പൈസയൊന്നുമില്ല, അവളുടെ കല്യാണത്തിന് വാങ്ങിക്കൊടുക്കാമെന്ന്. ഇപ്പോൾ മാമിക്ക് അത് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ മറന്നിട്ടില്ല. നമുക്കത് വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ കാശിയേട്ടാ? 2 എണ്ണം വേണ്ട, 1 മതി. അച്ചു ഒത്തിരി ആഗ്രഹിച്ചതാണ്. കാശിയേട്ടൻ്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ എൻ്റെ വളയോ മാലയോ ഏതെങ്കിലും കൊടുത്തു മാറ്റി വാങ്ങാം. പറഞ്ഞു കഴിഞ്ഞ് കാശിയുടെ മറുപടി അറിയാൻ ആകാംക്ഷയോടെ അവനെ നോക്കിയിരുന്നു പെണ്ണ്. ഒന്നാക്കേണ്ട, നമുക്ക് അതുപോലെയുള്ള 2 എണ്ണം തന്നെ വാങ്ങിക്കൊടുക്കാം. അതിനെൻ്റെ അപ്പൂസിൻ്റെ വളയൊന്നും കൊടുത്തു മാറ്റേണ്ട, നമുക്ക് വാങ്ങാം.
കാശി അവളുടെ കാതിൽ കിടന്ന കമ്മലിൻ്റെ ഞെട്ടിൽ തട്ടി കളിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യോ, 2 വേണ്ട കാശിയേട്ടാ, ഇപ്പോൾ സ്വർണത്തിനൊക്കെ ഭയങ്കര വിലയല്ലേ, അത്രയും പൈസ ഏട്ടൻ്റെ കയ്യിൽ ഉണ്ടാവില്ലല്ലോ. അപ്പു വിഷമത്തോടെ അവനെ നോക്കി. എൻ്റെ അപ്പൂസേ, അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. അതിനുള്ള പൈസയൊക്കെ നിന്റെ കാശിയേട്ടൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ എൻ്റെ കുഞ്ഞു പാറുവിന് സന്തോഷമായോ? അവളുടെ മൂക്കിൻ തുമ്പിൽ നുള്ളി വിട്ടുകൊണ്ട് അവൻ ചെറുചിരിയോടെ ചോദിച്ചു. അപ്പു സന്തോഷത്തോടെ അവൻ്റെ നെഞ്ചോരം ചേർന്നുകൊണ്ടെന്ന് മൂളി. അമ്മയ്ക്ക് 2 ദിവസമായി ഭയങ്കര ചിന്തയാണെന്നൊക്കെ മനുവും അങ്കിളും പറഞ്ഞല്ലോ. എന്താ എൻ്റെ അമ്മക്കുട്ടിക്ക് വിഷമം? എന്തായാലും എന്നോട് പറഞ്ഞൂടെ? ബെഡിൽ ഇരിക്കുകയായിരുന്ന അരുന്ധതിക്ക് അരികിൽ ചേർന്നിരുന്ന് ആ കവിളിലൊന്ന് കിള്ളിക്കൊണ്ട് കാശി ചോദിച്ചു. അടുത്തിരുന്ന മനുവും അപ്പുവും അനുവും ഒക്കെ അവരുടെ മനസ്സിലെ വിഷമം എന്താണെന്നറിയാൻ ആകാംക്ഷയോടെ ഇരുവരെയും നോക്കിയിരുന്നു. അമ്മയ്ക്ക് അങ്ങനെ വിഷമമെന്ന് പറയാനുള്ള കാര്യമൊന്നുമല്ലടാ കുഞ്ഞന്മാരെ. ഞാൻ 2 ദിവസമായിട്ട് ഒരു കാര്യം നിങ്ങളോടൊക്കെ പറയണോ വേണ്ടയോ എന്ന് ആലോചിച്ചിരുന്നതാണ്. എനിക്കതിൽ ഒരു തീരുമാനമെടുക്കാൻ പറ്റിയില്ല എന്ന് മാത്രം. 2 മക്കളെയും മാറി മാറി നോക്കിക്കൊണ്ട് അരുന്ധതി പറഞ്ഞു. എന്നാ പിന്നെ ഞങ്ങളോട് പറഞ്ഞാൽ പോരായിരുന്നോ? തീരുമാനം എടുക്കാൻ ഞങ്ങളും കൂടെ സഹായിക്കുമായിരുന്നല്ലോ. മനു അവർക്കരികിൽ കുറച്ചുകൂടെ നീങ്ങിയിരുന്നു കൊണ്ട് പറഞ്ഞു. എന്തായാലും നീ പിള്ളേരോട് കാര്യം പറയണ്ട ശാന്തി, ശിവദാസൻ അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അതൊക്കെ ഞാൻ പറയാം. പക്ഷേ ഞാൻ പറയുന്ന കാര്യം കേട്ടിട്ട് എന്നോട് പിണങ്ങരുത്. നിങ്ങൾക്ക് ഇഷ്ടമല്ല എങ്കിൽ തുറന്നു പറഞ്ഞാൽ മതി. സഹോദരനെയും മക്കളെയും മരുമക്കളെയും മാറി മാറി നോക്കിയിട്ട് അരുന്ധതി പറഞ്ഞു. ഇതെന്തോ കുഴപ്പം പിടിച്ച പണിയാണ് ഏട്ടാ. ഈ മുഖവും ഇരിപ്പും ഒക്കെ കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. മനു കാശിയുടെ തോളിൽ ചാഞ്ഞു കിടന്നുകൊണ്ട് പറഞ്ഞു. എനിക്കത് തോന്നായികയല്ല. എന്തായാലും അമ്മ കാര്യം പറഞ്ഞോ? ഇനി ഇഷ്ടമാവാത്ത കാര്യമാണേലും ഞങ്ങൾ പിണങ്ങുമൊന്നുമില്ല, അല്ലേടാ? അല്ലേ അങ്കിളെ? കാശി ഇരുവരോടുമായി ചോദിച്ചിട്ട് നിഷ്കുഭാവത്തിലിരിക്കുന്ന അരുന്ധതിയെ കാര്യം പറയാൻ പ്രോത്സാഹിപ്പിച്ചു. പറയട്ടെ മക്കളെ. അരുന്ധതി അനുവിനെയും അപ്പുവിനെയും നോക്കി. ചോദിക്കെൻ്റെ അമ്മായി, എന്തിനാ മടിക്കുന്നേ? രണ്ടാളും ഒറ്റ സ്വരത്തിൽ പറഞ്ഞു. ഏട്ടാ. അവർ മുഖം തിരിച്ച് ശിവദാസനെ നോക്കി. ചോദിക്ക് ശാന്തി, എന്തിനാ മടിക്കുന്നേ? നിന്റെ മക്കളോടല്ലേ? അവരുടെ ആശങ്ക നിറഞ്ഞ മുഖത്തേക്ക് നോക്കി അലിവോടെ പറയുമ്പോൾ എന്താവും അവർ പറയാൻ പോകുന്നത് എന്നതിൻ്റെ ധാരണ അയാൾക്കുണ്ടായിരുന്നു. പറയാമല്ലേ? എല്ലാവരെയും നോക്കി അവർ ഒന്നുകൂടെ തിരക്കി. വേഗം പറഞ്ഞു എൻ്റെ അമ്മായി. കാര്യം എന്താണെന്ന് അറിയാനുള്ള ത്വരയിൽ അപ്പു കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു. എനിക്ക് നിങ്ങളുടെ അച്ഛനെ ഒന്ന് കാണണം. എൻ്റെ മക്കൾക്കും ഏട്ടനുമൊക്കെ സമ്മതമാണെങ്കിൽ മാത്രം മതി. അരുന്ധതി ആരെയും നോക്കാതെ മുഖം കുനിച്ചിരുന്ന് പറഞ്ഞു. അമ്മ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെന്തിനാ ഈ തല താഴ്ന്നിരിക്കുന്നത്? അവരുടെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് കാശി ചോദിച്ചു. ഞാനീ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഇഷ്ടമായില്ല എങ്കിലോ എന്നോർത്ത്. അരുന്ധതി വല്ലായ്മയോടെ എല്ലാവരെയും നോക്കിയിട്ട് പറഞ്ഞു. നീ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല ശാന്തി. പക്ഷേ അവിടെ ഇപ്പോൾ ബാക്കി പറയാതെ ശിവദാസൻ കാശിയെ നോക്കി. എനിക്കറിയാമേട്ടാ, ആ മനുഷ്യന് മറ്റൊരു ഭാര്യയുണ്ടെന്നും അതിലൊരു മകനുണ്ടെന്നുമൊക്കെ എനിക്കറിയാം. എങ്കിലും എനിക്ക് എൻ്റെ മക്കൾക്കൊപ്പം പോയി നിന്ന് അയാളെ ഒന്ന് കാണണം. അത് അയാളെ കാണാനുള്ള അതിയായ ആഗ്രഹം കൊണ്ടല്ല, അയാളോടുള്ള സ്നേഹം കൊണ്ടുമല്ല. പക്ഷേ താലി കെട്ടിയ പെണ്ണിനെ കാണാതായി 3 മാസം തികയും മുമ്പ് മറ്റൊരുവളെ കെട്ടിയതോ 10 മാസം തികയും മുമ്പ് ഒരു കുഞ്ഞുണ്ടായതോ ഒന്നും എന്നെ വേദനിപ്പിച്ചിട്ടില്ല. അയാൾക്ക് എന്നോട് അത്രയും സ്നേഹവും വിശ്വാസവുമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലായിരുന്നുവെങ്കിൽ അന്ന് നേരെ ചൊവ്വേ ഒന്ന് അന്വേഷിച്ചിരുന്നുവെങ്കിൽ എന്നെ കണ്ടുപിടിക്കാമായിരുന്നു. അതൊക്കെ പോട്ടെന്ന് വെക്കും ഞാൻ. പക്ഷേ എൻ്റെ മോൻ, അവൻ അയാളോട് എന്തു ചെയ്തു? അവനെ എന്തിനു മാറ്റി നിർത്തി? എൻ്റെ മനു ഏട്ടൻ്റെയും ഏട്ടത്തിയുടെയും പൊന്നോമനയായിട്ടാണ് വളർന്നത്. അതൊക്കെ എൻ്റെ കൺമുന്നിൽ ഞാൻ കണ്ടതല്ലേ. അവനൊരമ്മയുടെയും അച്ഛൻ്റെയും സ്നേഹം ആവോളം അറിഞ്ഞു തന്നെയാണ് വളർന്നതും. പക്ഷേ എൻ്റെ കാശി, അവൻ എന്തിന് എൻ്റെ കുഞ്ഞിനെ മാറ്റി നിർത്തി, അവഗണിച്ചു എന്ന് എൻ്റെ ഒറ്റ ചോദ്യത്തിന് അയാൾ മറുപടി തരണം. പിന്നെ ഞാനിപ്പോഴും ജീവനോടെ ഉണ്ടെന്ന് അയാളൊന്ന് കാണണമല്ലോ. എനിക്ക് അയാളെ ഒന്ന് കണ്ടേ തീരൂ. കാശിയെ നെഞ്ചോട് ചേർത്ത് അവൻ്റെ നെറ്റിൽ ചുണ്ട് ചേർത്തുകൊണ്ട് നിറമിഴിയോടെ അവർ പറഞ്ഞു. അവർക്കൊപ്പം മനുവും കാശിയെ ചുറ്റിപ്പിടിച്ചു. പോകാം അമ്മേ, നമുക്ക് പോകാം. അമ്മയെ ഞങ്ങൾ കൊണ്ടുപോകാം. അവരെ ചുറ്റിപ്പിടിച്ച് ഇരുന്ന് നിറഞ്ഞു തുളുമ്പുന്ന കണ്ണോടെ മനു പറഞ്ഞു. അരുന്ധതി അങ്ങനെ പറഞ്ഞു കേട്ടതോടെ കുഞ്ഞുനാളിൽ അച്ഛനിൽ നിന്ന് നേരിട്ട അവഗണനയുടെ കയ്പുനീർ ഇപ്പോഴും തൊണ്ടയിൽ അറിയുന്നുണ്ടെന്ന് തോന്നി കാശി. അവൻ ആ നിമിഷം അച്ഛൻ ആദ്യം കൊഞ്ചിക്കുന്നതും ആഹാരം വാരിക്കൊടുക്കുന്നതും സ്കൂളിൽ കൊണ്ടുവിടുന്നതുമൊക്കെ കൊതിയോടെ നോക്കി നിന്ന കുഞ്ഞു കാശിയായി മാറി. സഹിക്കാൻ കഴിയാത്ത വേദനയിൽ പൊട്ടിവന്ന കരച്ചിൽ ശബ്ദം പുറത്തേക്ക് കേൾക്കാതെ ഇരിക്കാൻ അവൻ ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചു. ഒപ്പം കണ്ണുനീര് ആരും കാണാതിരിക്കാൻ കണ്ണുകൾ മുറുകെ അടച്ചു കളഞ്ഞു.